കള്ളപ്പരാതിയോ? ആ ചെക്കൻ്റെ ദേഹത്തുണ്ടായ ചതവും മുറിവും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. മെഡിക്കലിൽ ഡോക്ടർ നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൂട്ടൽ മാൻ ഹാൻഡ്ലിംഗ്. ആ ചതവും മുറിവും ഒക്കെ ജയപാലിന്റെ മകൻ സ്റ്റെയറിൽ നിന്ന് വീണുണ്ടായതാണെന്ന് പറഞ്ഞ അവനത് അർഹിക്കുന്നതാണെന്ന് കൂട്ടിക്കോ സർ. ആ പറഞ്ഞതിന്ന് മേഡത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നുണ്ടല്ലോ. ക്രൂരമർദ്ദനം അറിയിക്കുന്ന രീതിയിൽ വിശാൽ എന്തെങ്കിലും ചെയ്തതായി മേഡത്തിന് അറിയാവുന്നുണ്ടെങ്കിൽ അത് പറ. ഇപ്പൊ മനസ്സിലായി സർ. കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് എനിക്കല്ല, സാറിനാണ്. വിനീതേട്ടൻ വിശാലിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് സാറിന് നല്ല ഭംഗിയായിട്ട് അറിയാം. ജീവൻ പോയപ്പോലും ആ കാരണം വിനീതേട്ടനോ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോ പറയില്ലെന്നും സാറിന് അറിയാം. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളുടെ ഈ കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നും വിനീതേട്ടന്റെ സത്യസന്ധതയും നിരപരാധിത്വവും തെളിഞ്ഞാൽ പോലും നിങ്ങൾ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും മനസ്സിലായി. ജയപാലന്റെ പണത്തിന്റെ പവർ നമിച്ചിരിക്കുന്നു സർ. കൊച്ചു പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ലോ. കാര്യങ്ങളൊക്കെ അങ്ങനെയായ സ്ഥിതിക്ക് പെട്ടെന്ന് വീട് പിടിക്കാൻ നോക്ക്. ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. കാലാവസ്ഥ തീരെ മോശമാണ്. വെള്ളപ്പൊക്കം ഉണ്ടായാലും അവൻ ഒഴുകിപ്പോകാത്ത രീതിയിൽ ഞങ്ങൾ പെട്ടിയിലടച്ച് സൂക്ഷിച്ചോളാം. ഇതിനേക്കാളും വലിയ ഇടിയും മഴയൊക്കെ കാവേരി കണ്ടിട്ടുണ്ട് സർ. പെട്ടിയിൽ അടച്ച് സൂക്ഷിക്കുന്നത് കാവേരിക്ക് വേണ്ടപ്പെട്ട മുതലാണെങ്കിൽ എത്ര വലിയ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയാലും അത് കൊണ്ടുപോയവരെ കൊണ്ട് തന്നെ കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വയ്പ്പിക്കാനും എനിക്കറിയാം. ഓ ആയിക്കോട്ടെ. വിനീതേട്ടാ, ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കാം. സ്റ്റേഷൻ ജാമ്യം ബുദ്ധിമുട്ടാണ്. അതെനിക്കറിയാം. ഗംഗേച്ചി വിഷമിക്കാതെ സംസാരിച്ച മതി കേട്ടോ. ഗംഗേച്ചി പോ. അമ്മായി, ചെറുതാണെങ്കിലും ഒരു വീടുണ്ട് എനിക്ക്. അതേ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം തെരുവിലോ മുറ്റത്തോ ഉറങ്ങാൻ നിങ്ങൾ ആരെയും വിട്ടുകൊടുക്കില്ലേ വിനീത്? മരണത്തിന് പോലും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഈ ജീവിതം എനിക്ക് തന്നൂടെ. പൊന്നുമൂലം നോക്കിക്കോളാം ഞാൻ. ഗംഗേച്ചി വിഷമിക്കണ്ട ഗംഗേച്ചി. വിനീതേട്ടനെ നാളെ അവരെ വിടും. നമ്മള് വക്കീലിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. വിനീതേട്ടന് അവർ തല്ലോ കാവേരി? ഇല്ലാന്ന് നിവിൻ മുകളിലുള്ള ഓഫീസേഴ്സിനോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിനീതേട്ടൻ ആരും തൊടില്ല. അവരൊക്കെ വേറെ സ്റ്റേഷനിലല്ലേ? അവരറിയാതെ ഇവിടെ ഉള്ളവര് വിനീതേട്ടനെ എന്തെങ്കിലും ചെയ്യോ? അങ്ങനൊന്നും ഉണ്ടാവില്ല ഗംഗേച്ചി. വിനീതേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയം ഉണ്ടോന്ന് പോലും സംശയമോ കാവേരി? ഒരു പാവം അത്. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ആണോ ഗംഗേച്ചി നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതൊക്കെ? അതിനൊക്കെ നമ്മൾ അതിജീവിക്കുന്ന കരുതിയതാണോ? എന്നെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ കാവേരി വിനീതേട്ടന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്? എന്തൊരു ശാപജന്മം എന്റേത്. പൊട്ടത്തരം പറയാതെ ഗംഗേച്ചി. വിനീതേട്ടൻ ഗംഗേച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിലും
നമുക്കൊരു പ്രശ്നം വരുമ്പോ മുന്നിൽ കയറി നിന്നേനെ. നമുക്കൊരു കാര്യം ചെയ്യാം. വിശാല് യമുനെ തട്ടിക്കൊണ്ടു പോയതാണെന്നുള്ള കാര്യം പറഞ്ഞ് നാളെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കാം. കൂടുതൽ നടപടികളൊന്നും ഇല്ലാതെ വിനീതേട്ടനെ അവർ വിടും. വേണ്ട കാവേരി. സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ വിനീതേട്ടൻ എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. യമുനയുടെ കാര്യമൊന്നും പോലീസിൽ പറഞ്ഞു കളയലെന്ന്. എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിതൊന്നും പ്രശ്നമല്ല. യമുനയൊന്നും ഇങ്ങോട്ട് വലിച്ചഴിക്കരുത്. ഇവിടുത്തെ ചോദ്യം പറച്ചിലൊന്നും അവൾക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പാവം തോന്നിപ്പോയി കാവേരി എനിക്ക്. വാ ചേച്ചി, കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. നീ യമുനയുടെ അടുത്തേക്ക് ചെല്ല്. ഒരുപാട് അനുഭവിച്ചതല്ലേ പാവം. ഇപ്പോഴും അവിടെ ഒറ്റയ്ക്കിരിക്കുക. യമനെ, നീ കഴിച്ചില്ലല്ലോ മോളെ. എനിക്ക് വേണ്ട ചേച്ചി. മടങ്ങി വന്നിട്ട് നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ മോളെ. എപ്പോൾ കഴിക്കാൻ വിളിച്ചാലും വേണ്ടെന്ന് പറയുന്നു. ഇതിനു മുമ്പ് നീ എപ്പോഴാ ഭക്ഷണം കഴിച്ചെന്ന് പോലും അറിയില്ല. കഴിച്ച തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല ചേച്ചി. വിനീതേട്ടനെ അവര് വിട്ടില്ലല്ലേ ചേച്ചി? നാളെ രാവിലെ വിടും മോളെ. നീ അതൊന്നും ആലോചിക്കണ്ട. നീ വന്ന് ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ലേ ചേച്ചി വിനീതേട്ടൻ? ഒരു ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ ആ പാവം. വിനീതേട്ടനും തെറ്റ് ചെയ്തിട്ടില്ല, നീയും തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ മോളെ സങ്കടപ്പെടുന്നത്? കാവേരി ചേച്ചി പറഞ്ഞത് ശരിയാ. വിനീതേട്ടന് ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങള് പക്ഷെ സങ്കടത്തിലും ദുരിതത്തിലുമാ. ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നു. പക്ഷെ തെറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ ചേച്ചി, അവനെന്ത് ചെയ്യാ? ഒരു കടുകുമണിയുടെ സങ്കടം പോലും ഉണ്ടാവില്ലല്ലോ അവന്. അവൻ ജീവിതം ആഘോഷിക്കായിരിക്കും അല്ലേ? മോളെ, അവൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാം. പക്ഷെ അതിന്റെ പേരിൽ നീ കൂടി ശിക്ഷിക്കപ്പെടരുതെന്ന് കരുതിയ നമ്മളൊരു പരാതി കൊടുക്കാത്തത്. എനിക്ക് നീതി കൂടുതൽ എന്ത് ശിക്ഷയാ ചേച്ചി? പോലീസുകാരുടെയും വക്കീലന്മാരുടെയും ഒക്കെ ചോദ്യങ്ങൾ, സമൂഹത്തിന്റെ വിചാരണ, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ്മോർട്ടം, ഇതൊന്നും നിനക്ക് താങ്ങാൻ പറ്റില്ല എന്റെ മോളെ. മോളെ എന്തോ മോളെ, എന്താ അത്? ചേച്ചിക്ക് കാണണോ അതെന്താന്ന്? മോളെ, സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും വിശാല തന്ന സമ്മാന ചേച്ചി ഇത്. ഇത് ചിലപ്പോ മാഞ്ഞെന്നിരിക്കും, പക്ഷെ മനസ്സിലുണ്ടായ മുറിവ് ഒരിക്കലും മാറില്ല ചേച്ചി. മോളെ, നീ മുറിവിന്റെ ഒക്കെ കാര്യം എന്താ നേരത്തെ പറയാതിരുന്നത്? വേദനിക്കുന്നില്ല നിനക്ക്? പറഞ്ഞില്ലേ ചേച്ചി, വേദന കൂടുതലും മനസ്സിനാ. അവൻ എന്നെ തല്ലിയതിനും സ്നേഹോപദ്രവം ഏൽപ്പിച്ചതിനും എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്റെ മനസ്സിനെ, ആത്മാഭിമാനത്തെ ഒക്കെ തകർത്ത് കളഞ്ഞതിന്റെ സങ്കടത്തോളം വരില്ല ചേച്ചി. ഇത്രയെല്ലാം ചെയ്തിട്ടും അവൻ സുഖമായിട്ട് പുറത്തോടി നടക്കല്ലേ?
ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും വിനീതേട്ടനും. അത് ശരിയാണോ ചേച്ചി? ഇതിനി ആരാ? ഹലോ, ആ ബ്രോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ചാടാൻ പറ്റില്ലടാ. ഞാനേ CCTV സർവേലൻസിലാ. അതൊന്നല്ല 2 എണ്ണം. സുഗന്യയും മീനയും നാദിറൊക്കെ ഉണ്ടായിക്കോട്ടെ, നൈറ്റ് പാർട്ടിക്ക് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ചാടുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. അവളുമാരൊക്കെ അവിടെ തന്നെ കാണുമല്ലോ. ഈ സുഖചികിത്സയും ദേഹരക്ഷയൊക്കെ കഴിഞ്ഞ് ഫുൾ സ്വിങ്ങിൽ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്ക്. എന്ത് ആഞ്ചലീനിയോ? സത്യമാണോ ബ്രോ നീ പറയുന്നേ? അവള് വരുമെന്ന് ഉറപ്പാണോ? കൂട്ടുകാർക്കൊപ്പം ലഹരി നുണയുന്നൊരു രാത്രിയും അതിനൊപ്പം കേക്കിന് ഐസിങ് പോലെ ആഞ്ചലീനയും. ഹോ, വല്ലാത്തൊരു പ്രലോഭനാണല്ലോ ബ്രോ. ഞാനേ പല വട്ടം മുട്ടിയിട്ടും തുറക്കാത്ത വാതില. ഒന്ന് നോക്കട്ടെ ചാടാൻ പറ്റുമെന്ന്. ആ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ CCTV എത്തി. അളിയാ നീ വെച്ചോ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. മോനെ വിശാലേ. യെസ്, കമ്മിങ്. എന്തുവാ മോനെ അമ്മോരോട് അനുസരിക്കാതെ? ഈ സൂപ്പിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല അച്ഛാ. അങ്ങനെ പറയാതെ മോനെ. മട്ടൺ സൂപ്പ് മുടക്കരുതെന്ന് വർഗീസ് വൈദ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ വർഗീസ് വൈദ്യൻ. അടിയും തൊഴിയൊക്കെ കുറെ കൊണ്ടതല്ലേ, അതിന്റെ ചതവും നീരുമൊന്നും ഉള്ളി കിടക്കണ്ട. അച്ഛാ എനിക്ക് മട്ടൻ മടുത്തച്ഛാ. മട്ടൻ കറിയും മട്ടൻ സൂപ്പ് എനിക്കിതിനൊന്നും ടേസ്റ്റ് പിടിക്കുന്നില്ല അച്ഛാ. എങ്ങനെങ്കിലും ഒന്ന് കുടിപ്പിക്കേ. എടാ മോനെ, ഇല്ല, മട്ടന്റെ കാര്യത്തിലാണെങ്കിൽ നോ കോംപ്രമൈസ് അച്ഛാ. അച്ഛൻ പോവാൻ നോക്ക്. ആ എടാ മോനെ, നിനക്ക് എന്തോ വേണ്ടെന്ന് പറ, ഈ അച്ഛൻ സാധിച്ചു തരും. തൽക്കാലേ നീ സൂപ്പൊന്ന് കുടിക്ക്. എടാ മോനെ, ഇതിപ്പോ എൻ്റെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാ. ഈ സൂപ്പ് നിന്നെ കൊണ്ട് കുടിപ്പിക്കാനേ നിന്റെ അമ്മയടുത്ത് ബെറ്റ് വെച്ചിട്ട് വന്നതാ. എടാ മക്കളെ, മട്ടൻ കറിയുടെ കാര്യത്തിലാണെങ്കിലേ ഡൈനിങ് ടേബിൾ വരുമ്പോഴേ നിന്റെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് നീ അച്ഛൻ്റെ പ്ലേറ്റ് തട്ടിക്കോ. അച്ഛൻ കഴിച്ചോളാം. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാടാ. എന്റെ മക്കളെ ഇത് കുടിയടാ, കുടിക്കടാ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? അതെ, ഈ സൂപ്പ് മോനെ കൊണ്ട് കുടിപ്പിക്കാന്ന് മാത്രമേ നമ്മൾ തമ്മിൽ പന്തേ ഉള്ളൂ. അതിനിടെ ഞാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ചെന്നിരിക്കും. ആ എടാ മക്കളെ, നീ പറടാ. അച്ഛാ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു കണ്ടീഷനുണ്ട്. എന്തോടാ അത്? നീ പറ. ഇന്ന് രാത്രി എനിക്കൊന്ന് പുറത്തു പോകണം. എന്തിന്? ചുമ്മാ ഒന്ന് ചില്ലാവെന്ന് വിചാരിച്ചാ. ഒരു 3-4 ഫ്രണ്ട്സ് ആയിട്ട്. ആണുങ്ങളാട്ടോ. ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലെന്നൊരു ആലോചന. ഇവിടെ ഇരുന്ന് ഇത് നോക്കിയേ, ബോറടിക്കുന്ന അച്ഛാ. ദേ പിന്നെ നോ ആൽക്കഹോൾ. ആ ഓക്കെ ഓക്കെ, സത്യം അച്ഛാ, സത്യം. എന്നാലേ ഞാൻ സെറ്റാക്കി തരാം, അമ്മ അറിയാതെ. താങ്ക് യു അച്ഛാ. എടാ മക്കളെ, നീ ഇത് കുടിച്ചോ. കേട്ടാ പൊടിയടാ അങ്ങോട്ട്. ഞാൻ പറയാം. ഇതാ അമ്മ. ഹലോ. ആ ജയപാല സാറേ. പറഞ്ഞോ വിപിൻ സാറേ, എന്തൊക്കെയാ വിശേഷം? കൊള്ളാം കൊള്ളാം. എന്റെ വിശാലൂട്ടനെ കൊണ്ട് സൂപ്പ് കുടിപ്പിക്കാൻ അച്ഛൻ എന്ത് മാജിക്കാ പ്രയോഗിച്ചേ? അതൊക്കെ ഉണ്ടമ്മേ. ജയപാല സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി സാറേ?
ആ അത് സാറ് ഒന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. കൂട്ടത്തിൽ വിശാലിനെ കൂടെ കൂട്ടിക്കോ. ജയപാല സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി സാറേ? ആ അത് സാറ് ഒന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. കൂട്ടത്തിൽ വിശാലിനെ കൂടെ കൂട്ടിക്കോ. എൻ്റെ പൊന്നു സാറേ, എനിക്കിന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമാണ്. ഈ ക്ലബിൻ്റെ വക ദരിദ്രവാസ പിള്ളേർക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണമേ. അല്ല, നാളെ മറ്റു നോക്കാം സാറേ. പറ്റില്ല സാറേ. സാർ ഇപ്പം ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഫോഴ്സുമായിട്ട് അങ്ങോട്ട് വരേണ്ടി വരും. വിശാലിനെ കൈവിലങ്ങ് വെച്ച് ഞങ്ങൾ ജീപ്പിൽ കയറ്റിക്കൊണ്ടുവരുന്നത് സാറിന് അത്ര സുഖമുള്ളൊരു കാഴ്ചയായിരിക്കില്ല. അതെന്തോന്നാ ബിപിൻ സാറേ? ജയപാലിനെ കുത്തിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം വലിയൊരു പ്രശ്നം. ഇതൊരു ഒന്നൊന്നര പ്രശ്നം തന്നെയാ ജയപാല സാറേ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. അച്ഛാ, വണ്ടി പാർക്കിങ്ങിലേക്ക് മാറ്റിയിടണ്ടേ? വാമ്പലടാ. പരാതിയുള്ള പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലേ കീ അങ്ങോട്ട് കൊടുത്തിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മതി. ഇവിടെ ആരുടെ അടിയന്തരാണെങ്കിലും ശരി, പെട്ടെന്ന് തീർത്തിട്ട് എനിക്കങ്ങ് പോകണം. ഇവിടെ അട്ടിപ്പേരെടുക്കാനൊന്നുമല്ല വന്നേ. ഞാൻ പറഞ്ഞു. അച്ഛാ, എന്തിനാണ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ? എടാ, കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. നിന്റെ അത് കേസാന്ന് പറഞ്ഞിട്ടേ പെട്ടെന്നങ്ങ് വയ്ക്കുമായിരുന്നു. അല്ല, ഇനി നീ ആ ട്രാഫിക് പോലീസുകാരൻ തല്ലിയ കേസാന്നും അറിയത്തില്ല. കാശ് വിടും കള്ളവന്മാർ വഴികളെ. അച്ഛാ, പെട്ടെന്ന് പോവാലോ അല്ലേ? എന്റെ നൈറ്റ് ഡ്രൈവേ. ഞാനിവിടെ പറയുന്നേ. നീ സമാനപ്പെട്. പറയുന്നുണ്ട്. ഇയാളെ സി ഉണ്ടാകത്ത് അകത്തുണ്ട്. ആ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊള്ളാം. ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ? പിന്നെ എത്ര തവണ. എങ്ങനെ അവിടുത്തെ ഒരു കാലാവസ്ഥ? കൊതുക് കൊണ്ടോ? ഇഷ്ടം പോലെ. ഓ, അവിടെ ഈ ഫാനൊക്കെ ഉള്ളപ്പോഴേ എങ്ങനെ കൊതു കുത്തുന്നത്? ലോക്കപ്പിൽ ഫാനോ? ഫാനില്ലാതെ എങ്ങനെയാ ലോക്കപ്പിൽ കെട്ടി തൂങ്ങുന്നത്? എന്നും കാണാലോ വാർത്ത. അതൊക്കെ നമ്മുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. ഓ, ജയപാലൻ സാറാ? എന്താ പറയുന്നടാ, സുഖമാണോ? ഓ, സുഖത്തിനൊന്നും കുറവില്ല സാറേ. പക്ഷെ സമയം പോലാണ് പാട്. ഇതാരെന്ന് മനസ്സിലായ? ഇതാണ് ജയപാലൻ സാറ്. ഈ സാറിന്റെ കൂടെ നിൽക്കണ മോൻ സാറിനെയാണ് ഞാനിടിച്ച് ഇഞ്ചപ്പരുവാക്കിയത്. ഇതാരെന്ന് മനസ്സിലായ? ഇതാണ് ജയപാലൻ സാറ്. ഈ സാറിന്റെ കൂടെ നിൽക്കണ മോൻ സാറിനെയാണ് ഞാനിടിച്ച് ഇഞ്ചപ്പരുവാക്കിയത്. ഡാ, പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ ശരിക്ക് സുഖിക്കാൻ പോകുന്നതേ ഉള്ളൂ. ജയിലിൽ കിടന്നേ നിന്റെ വേരിറങ്ങും. എടാ, ഈ രാജ്യത്ത് പറ്റുന്ന എല്ലാ വകുപ്പുകളും നിന്റെ തലയിലോട്ട് അങ്ങ് ചാർത്തിത്തരും. അയ്യോ, സിനിമയിലെയും സീരിയലിലെയും പഞ്ച് ഡയലോഗ് പറയും പോലെ BNS വകുപ്പൊന്നും കാണാതെ പഠിച്ച് പറയല്ലേ ജയപാലൻ സാറേ. അതൊക്കെ CA സാറ് പലവട്ടം പറഞ്ഞു കേട്ട് എന്റെ തല മരവിച്ചിരിക്കുക. സാഹചര്യമൊക്കെ ആയിട്ട് ഞാനങ്ങ് പൊരുത്തപ്പെട്ടു. കുറ്റം ചെയ്തതല്ലേ, ഞാൻ കിടന്നോളാം ജയിലില്. പുതിയ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഇത് ദാവീദ്. ഈ സാറിന് മോഷണമാ തൊഴില്. സാറിനോട് ഞാൻ ജയിലിലെ സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരുമായിരുന്നു. നമ്മളൊരു പുതിയ വീട് വയ്ക്കുമ്പോഴോ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴോ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കാറില്ലേ, കിടപ്പാടം കൊള്ളാമോന്ന്? അതുപോലെ കുറച്ചുകാലം താമസിക്കാനുള്ളതല്ലേ. നിന്റെ ആ കിടപ്പാടത്തിലെ താമസമേ ഞാൻ ഒന്നുകൂടെ സുഖമാക്കി തരുന്നുണ്ടടാ. അല്ല, ഈ നടയടിയെന്ന് കേട്ടിട്ടുണ്ടോ നീ? അവിടുന്ന് തുടങ്ങും.
നിന്റെ അണപ്പൊല്ലൊടിച്ച് ഉളക്കും. വലത്തെ സൈഡ് നോക്കി അടിക്കാൻ പറയണ ജയപാലൻ സാറേ. അവിടെയാ ഒരു പല്ലിളകിയിരിക്കുന്നത്. എടുക്കണമെന്നേ കുറെ നാളാ വിചാരിക്കുന്നു. ഒരു സഹായം ആവും. കളഞ്ഞിട്ട് വാച്ച. ഓ സാറേ, അച്ഛാ, പയ്യൻ പേടിച്ച്. അകത്തേക്ക് വന്നോട്ടെ സാറേ. ആ, എന്തോന്നാ വിപിൻ സാറേ, ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ആരുടെ അടിയന്തരത്തിന് വേണ്ടിയിട്ടാ? ഇത് എന്റെ വക അടിയന്തര ആവശ്യ ജയപാലൻ സാറേ. അരവിന്ദന്റെ ജീവന് പകരം ചോദിക്കാൻ പെണ്ണൊരുത്തി കാവേരി. അത്രയൊന്നും വേണ്ട ജയപാലൻ സാറേ. ഇപ്പോ കൈയും കാലും ഒക്കെ ഞാൻ ചോദിക്കും, എന്റെ അച്ഛനോട് ചെയ്തതിന്റെ നഷ്ടപരിഹാരമായിട്ട്. ഈ പടയോട്ടത്തിന് കടിഞ്ഞാണിടാൻ ബംഗളൂരുവിൽ നിന്നൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു. രാഗിണി ഫ്രം ബംഗളൂരു. ഒരു കൈസഹായം വേണോ? നിന്റെ കല്യാണക്കാര്യം മോളെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നേ. ഓഹോ, ആരാ ചെറുക്കൻ? പലിശയടക്കം കണക്ക് തീർക്കാൻ ജയപാലന്റെ മകൾ. ഇനി അടിക്ക് തിരിച്ചടി, അതിന് വീണ്ടും അടി. ഞാൻ നിന്നെ തൊട്ടില്ലല്ലോടി. തൊടാതെ തന്നെ നീ പേടിച്ചു. അതെന്റെ കുറ്റമല്ല. ജയപാലന്റെ മോൾക്ക് അരവിന്ദന്റെ മോൾ കാവേരിയുടെ ഒരു കൈസഹായം വേണം.